പ്രിയരെല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇവിടെ പാലായിലാണ്. പാലായിലെ ഓഫ് റോഡ് താരം നമ്മുടെ റിയയുടെ വീട്ടിലാണ്. വിനോദ് ചേട്ടനുണ്ട്. വിനോദ് ചേട്ടൻ്റെ കുടുംബത്തിലാണ് നിൽക്കുന്നത്. ഇവരെല്ലാം പരിചയപ്പെടാനായിട്ട് വന്നതാണ്. റിയ വളരെ കഴിവുള്ളൊരു കുട്ടിയാണ്. ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നമുക്ക് ചോദിച്ച് എല്ലാം അറിയാം. ചേട്ടാ നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. നേരത്തെ മുതൽ ഇവിടെ താമസമാണോ? ഞാൻ എനിക്കും ഇവിടെ തന്നെ അല്ലേ? എന്താ ചേട്ടൻ ജോലി? എനിക്ക് ഹിറ്റാച്ചി വാടകയ്ക്ക് കൊടുക്കുക. വാടകയ്ക്ക് കൊടുക്കുന്നത്. എത്ര വണ്ടിയുണ്ട്? 4 ഒക്കെ. വർക്കുണ്ടോ? 2 ആഴ്ചയായിട്ട് അതെല്ലേ? അല്ല, മഴ ആയതുകൊണ്ട് പണി നടക്കുന്നില്ല. അതെല്ലേ? പ്രിയേ നമസ്കാരം. പേപ്പറിലൊക്കെ വന്നതോടുകൂടി മൊത്തത്തിൽ അറിഞ്ഞു തന്നെയെന്ന് എനിക്ക് തോന്നുന്നില്ല. മനോരമയിലായിരുന്നു വന്നത് അല്ലേ? ഇന്നലത്തെ മനോരമയില വന്നതെന്ന് വെള്ളിയാഴ്ച ശനിയാഴ്ച. അതെല്ലേ? പ്രിയ എത്രയിലാ പഠിക്കുന്നത്? അതെയോ? ഞാൻ ഓർത്തോണ്ടിരുന്ന കോളേജിൽ പഠിക്കുമായിരിക്കുന്ന കരുതിയേ. എത്ര കാലമായി ഡ്രൈവിങ്? 18 വയസ്സിലെ ലൈസൻസ് കിട്ടിയതായിരിക്കും അല്ലേ? 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് ഓടിക്കും. കുഞ്ഞിലെ മുതൽ വണ്ടി ഓടിക്കുമായിരുന്നോ? പപ്പയൊക്കെ ഓടിക്കുന്ന കണ്ടാണോ? അങ്ങനെ ഒരു പപ്പയാണ് ഇൻസ്പിറേഷൻ. അതെ അല്ലേ? മക്കൾ എത്ര പേരാ ഏട്ടാ? 4 പേര്. റിയാണോ മൂത്തത്? റിയ മൂത്തത്. എൻ്റെ ഇളയത് 12, ഒരെണ്ണം 10, ചെറുക്കന് 9. മോനാ ഇളയതല്ലേ? 3 പെൺപിള്ളേരും 3 പെൺപിള്ളേരും ഒരു ചെറുക്കനല്ലേ? റിയ പഠിക്കാനൊക്കെ മിടിക്കായിരുന്നോ? കുഴപ്പമില്ല. അതെല്ലേ? ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നേ? ഇവിടെ പാലായിലുള്ള ബ്രിട്ടീഷ് കിൻഡർ സ്കൂളില്. അതെല്ലേ? ഏതാ സബ്ജക്റ്റ്? KG പഠിപ്പിക്കുന്നത്. അപ്പം എല്ലാം ഉണ്ട്. അതെല്ലേ? ഓക്കെ. റിയക്ക് ഏതൊക്കെ വണ്ടി ഓടിക്കാനായിട്ട് അറിയാം? 4 വീലെല്ലാം ഓടിക്കും, പിന്നെ ഹെവി ഓടിക്കും, ലോറിയൊക്കെ. അതെല്ലേ? ടിപ്പർ ലോറിയൊക്കെ ഓടിക്കും അല്ലേ? എല്ലാ വണ്ടിയും? ഇന്ന വണ്ടിയൊന്നും ഇല്ല. എൻഫീൽഡ് ഓടിക്കുന്നത് കേട്ടു. അതെല്ലേ? നേരത്തെ അത് അത്തല അവള് 2 വീലർ പഠിക്കുന്നത്. അതെല്ലേ? അത് പഴയ മോഡല് വണ്ടിയില്ലേ? ആക്സിഡന്റ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ? ഉണ്ടായിട്ടുണ്ടോ? മത്സരിക്കാൻ പോയപ്പം വാഗമണിൽ നിന്ന് ഒരു പ്രാവശ്യം വണ്ടി മറിഞ്ഞായിരുന്നു. 2-3 ട്രിപ്പ് മറിഞ്ഞായിരുന്നില്ല. എവിടെ വെച്ചാ? വാഗമണിന് എൻ്റെ ഒരു ഉൾപ്രദേശമാണ്. എന്നിട്ട് എന്താ പറ്റിയേ? ഞങ്ങൾക്കൊന്നും പറ്റിയൊന്നുമില്ല. റിയ ആയിരുന്നു അവളെ ഓടിച്ചോണ്ടിരുന്നത്. അവളെ 2ാമത് ഇറങ്ങിയ ട്രാക്കാണ്. 2ാമത് മത്സരം ലൈസൻസ് എടുത്തു കഴിഞ്ഞ് 2ാമത്തെ മത്സരം അത്. അതെല്ലേ? ആദ്യം ഏറ്റുമാനൂർ വീട്ടിൽ നടത്തിയൊരു മത്സരത്തിന് അതിന് സമ്മാനമൊന്നും കിട്ടിയില്ല. പിന്നെ 2ാമത് വാഗമണിൽ ഇറങ്ങിയത്. അവിടെ വണ്ടി മറിഞ്ഞു. ഈ ഓഫ് റോഡ് പോകുമ്പോൾ എങ്ങനെ അറിയാനായിട്ട് പറ്റുമോ? നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? വാട്സപ്പിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും ഒക്കെ. അങ്ങനെ അറിഞ്ഞല്ലേ? ഇത് മെമ്പർഷിപ്പ് അങ്ങനെ വല്ലതും ഉണ്ടോ ഇതില്? അങ്ങനെ മെമ്പർഷിപ്പായിട്ടൊന്നും അറിഞ്ഞു കേട്ട് നമ്മളിങ്ങനെ മത്സരിക്കാനായിട്ട് പോകുന്നു അല്ലേ? ഓരോ ക്ലബ്ബുകാർ നടത്താൻ അവർ വിളിക്കും. അതെല്ലേ? ഈ അടുത്ത ഇടയ്ക്ക് എവിടെയാ പോയത്? അപ്പോൾ കഴിഞ്ഞ ആഴ്ചയില്ലേ പെരുമാവൂരുണ്ടായിരുന്നു. ATC-ക്കാർ നടത്തി. എത്ര പേരുണ്ടായിരുന്നു അതില്? അതിലേണ്ട് 100 എൻട്രി ഉണ്ടായിരുന്നു. റിയ പങ്കെടുത്തോ? റിയ മറ്റേ ഡ്രൈവർ സ്കില്ലിലും ഇറങ്ങി, ബിഗിനേഴ്സിലും ഇറങ്ങി, ലേഡീസിലും ഇറങ്ങി. അപ്പം 3 കാറ്റഗറി ലേഡീസിന് ഇറക്കാം. പ്രൈസ് ഉണ്ടായിരുന്നോ? 2ലും ഫസ്റ്റ് ഉണ്ടായിരുന്നു. കൺഗ്രാജുലേഷൻ. ക്വീൻ ഓഫ് ലേഡി എന്ന് പറഞ്ഞൊരു പ്രൈസാണ് അവർ വെച്ചിട്ടുണ്ടായിരുന്നു. 3ലും ഇറങ്ങുന്നതിൽ ഏറ്റവും സമയം കുറച്ച് ഓടുന്ന ലേഡിക്ക് അതിൽ ഫസ്റ്റ് ഉണ്ട്. അതെല്ലേ? പിന്നെ ലേഡീസ് കാറ്റഗറിയിലും ഫസ്റ്റ് ഉണ്ട്. പപ്പയാണ് പടനായകൻ. എത്ര വയസ്സിൽ മുതൽ റിയ വണ്ടി ഓടിക്കാനുള്ള ആ താല്പര്യം റിയക്ക് ഉണ്ടായിട്ട് പപ്പയ്ക്ക് അറിയാനായിട്ട് സാധിച്ചു? തന്നെ ഇവിടെ മുറ്റത്ത് വെച്ചിരിക്കുന്ന മോട്ടോർ സൈക്കിൾ ഉരുട്ടി ആദ്യമേ പഠിക്കുന്നത്. അതെ. എത്ര വയസ്സിലത്? അത് 8ാം ക്ലാസ്സിൽ പഠിച്ചോണ്ട്. 8ാം ക്ലാസ്സിൽ പോയി മോട്ടോർ സൈക്കിൾ ഉരുട്ടി തുടങ്ങി. ന്യൂട്രലൊക്കെ ഗിയറൊക്കെ മാറ്റി. അന്നേരം ഇവിടുന്ന് തള്ളി കയറ്റം കയറ്റും. എന്നിട്ട് ഇവിടുന്ന് ന്യൂട്രലിട്ട് കൊണ്ടുവരും. മറിച്ചിടുവായിരുന്നോ ചെറുപ്പത്തില്? മറിച്ചൊക്കെ ഇടും ഇടയ്ക്ക്. അന്ന് കാലും കൈയും കഷ്ടിച്ചല്ലേ എത്തും. അതെ. നേരത്തെ കുഞ്ഞിലൊക്കെ റിയനെ ഫ്രണ്ടിലൊക്കെ ഇരുത്തി അങ്ങനെ കൈ കൊടുത്ത് അങ്ങനെയൊക്കെ തന്നെ ഇവിടെ കിടക്കുന്ന ഈ വണ്ടികളെല്ലാം ഇവിടെ കിടക്കുന്നതല്ലേ. അപ്പം മുറ്റത്തോടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടി ഈ വണ്ടി കളിപ്പാട്ടമായിട്ട് തന്നെയാണ് ചെറുപ്പം മുതൽ കൈകാര്യം ചെയ്തത്. അങ്ങനെ മുറ്റത്ത് കിടക്കുമ്പം പിള്ളേർക്കൊരു ആഗ്രഹം ഉണ്ടല്ലോ. അപ്പം നമുക്കതിൻ്റെ ചായ കാണുമ്പോൾ അറിയാലോ. അങ്ങനെ ന്യൂട്രലിട്ട് പയ്യെ ഉരുട്ടിക്കൊണ്ട് ഇറങ്ങി പോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? ഏതാ കുഞ്ഞിലെ? ഇവിടുന്ന് ഈ പറമ്പിൽ നിന്ന് വിട്ട് ഇറങ്ങി പോകുന്നില്ല. ഇവിടുന്ന് ഇതിലിങ്ങനെ ഇവിടം വരെ പറമ്പിൻ്റെ അങ്ങേറ്റം വരെ പോകും. അതെല്ലേ? അപ്പം അങ്ങനെ ഓടിച്ച് പഠിപ്പിച്ചതാണ്. 4 വീലർ എന്ന് മുതലാ ഓടിച്ചു തുടങ്ങിയേ? ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ പറമ്പിന് പുറത്തിറക്കിയിട്ടുള്ളൂ. അതെല്ലേ? അതുവരെ ഈ പറമ്പിൽ കൂടെ ഇതിലെ റിവേഴ്സ് കയറ്റുക, തിരിക്കുക, അങ്ങനെയൊക്കെ
ഉണ്ടായിരുന്നു. കഴിവുണ്ടെന്ന് തന്നെ നേരത്തെ തന്നെ തെളിയിച്ചായിരുന്നു. നമ്മുടെ പറമ്പിക്കൂടെയൊക്കെയാണ് ഓടിച്ചല്ലേ. അപ്പോൾ ആഗ്രഹമുള്ള പിള്ളേരാണല്ലോ, ആഗ്രഹമുള്ളതെന്നല്ലേ ഓടിക്കുന്നത്. അങ്ങനെ പഠിച്ചെടുത്തതാ. 18-ാമത്തെ വയസ്സിൽ തന്നെ ലൈസൻസ് എടുത്തു. അന്നേരം ഞാൻ തന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കുകയായിരുന്നു. വണ്ടിയിൽ ഇതുകൂട്ട് വണ്ടിയിൽ ഓടിച്ച് പഠിപ്പിക്കുകയായിരുന്നു. വഴി കൂടെ ഓടിച്ച് ലേണേഴ്സ് എടുത്ത് കഴിഞ്ഞാൽ വഴി കൂടെ ഓടിച്ച് പഠിപ്പിക്കുകയായിരുന്നു. ആദ്യത്തെ എക്സാം തന്നെ പാസ്സായോ എന്ന് ചോദിക്കേണ്ട കാര്യം. അത് തന്നെ പാസ്സായി. അതിനകത്തൊന്നും ഒരു പാടുമില്ലായിരുന്നു. ചേച്ചി ഞാനും പോരാന്ന് പറഞ്ഞുകൊണ്ട് അനിയത്തി പിള്ളേരും വരാറുണ്ടോ റിയയുടെ കൂടെ? അവരുടെ പേര് എന്താണ്ടൊക്കെയാ? റോസ്, റോണ, അനിയൻ റിച്ചു. റിച്ചു ഭയങ്കര ഹാപ്പിയാന്ന് തോന്നുന്നു. റിച്ചുവിന് വണ്ടി ഓടിക്കാനൊക്കെ അറിയാവോ? അത്യാവശ്യം ഉരുട്ടാൻ അറിയാമോ? പുറത്തെ റോട്ടിക്കൂടെ അല്ല, തിരിച്ചൊക്കെ കയറ്റി. അതെ, തിരിച്ചൊക്കെ ഇടും അല്ലേ? ഇത് റിയക്ക് ഇതല്ലാതെ വേറെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടോ? ഇതിന് പോലിച്ചേ ഉള്ളൂ. ഡ്രൈവിംഗ് ആണ് മെയിൻ ആയിട്ട്. അതിന് ഡ്രോയിങ് അങ്ങനെ വേറെ സ്കിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഡ്രൈവിംഗ് ആണ് മെയിനായിട്ട്. ഡ്രൈവിങ്ങിന് മെയിനായിട്ട് കുഴപ്പമില്ലാതെ കൈകാര്യം ചെയ്തോളൂ. സ്കൂളിലൊക്കെ ചെല്ലുമ്പം അധ്യാപകരൊക്കെ പറയാറുണ്ടോ റിയെ ഇത് ഇങ്ങനെ വാർത്തകളൊക്കെ പേപ്പറിൽ കൂടെ ഒക്കെ വരാറില്ലേ? ഓഫ് റോഡൊക്കെ പോയി കഴിയുമ്പോഴത്തേനും ഇത് റീൽസൊക്കെ ആയിട്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടോ? ഏതാ ഇൻസ്റ്റാഗ്രാം പേജിന്റെ പേരെന്താ? റിയ ബിനോ അല്ലേ? ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടോ ഒത്തിരി? അതിലൊക്കെ വണ്ടി ഓടിക്കുന്നത് കാണുമായിരിക്കുമല്ലോ. അതല്ലേ, എല്ലാവരും റിയയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യും കേട്ടോ. അതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. സ്കൂളിൽ ചെല്ലും അധ്യാപകരൊക്കെ ചോദിക്കാറുണ്ടോ ഡ്രൈവിങ്ങിന്റെ ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ചോദിക്കാറുണ്ടോ? എന്താ അവര് ചോദിക്കുന്നേ? ഇങ്ങനെയൊക്കെ തന്നെ, എങ്ങനെയുണ്ട്, അവരും പഠിക്കണം എന്നൊക്കെ പറയും. ഓഫ് റോഡ് പോകുമ്പോൾ സ്കൂളിൽ നിന്ന് ലീവ് എടുത്തിട്ട് പോകും. എങ്ങനെയാ? ഞായറാഴ്ച ദിവസമല്ലേ? ഞായറാഴ്ച ദിവസം, ശനി ഞായർ ഉള്ളൂ. അതെ, ഇട ദിവസങ്ങളിലില്ല. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ അല്ലാതെ ദൂരമാണെങ്കിലും പോകാറുണ്ടോ? അങ്ങനെ ഞാൻ പള്ളിക്കൂടം അടച്ചിരുന്ന സമയത്തല്ലേ പുൽപ്പള്ളിയിലുണ്ടായിരുന്നു. പുൽപ്പള്ളിയിലെ മുള്ളങ്കല്ലിയിലുണ്ടായിരുന്നു. 2 ദിവസത്തെ പരിപാടി, ശനി ഞായർ. പ്രൈസ് ഉറപ്പായിരുന്നു. നമ്മളെ ഈ വണ്ടീനെ കുറിച്ചൊന്ന് ചോദിക്കട്ടെ. ഈ വണ്ടി ഏതാ മോഡല്? ഇത് 68. ഈ വയനാട്ടിൽ ദുരന്തം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആ സമയത്ത് ഇങ്ങനെയുള്ള വണ്ടികളാണ് അവിടെ ആവശ്യം. ഇങ്ങനെയുള്ള വണ്ടികൾ ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് ഭാഗത്ത് നല്ല സപ്പോർട്ടും കാര്യങ്ങളെല്ലാം കൊടുത്ത്, കാരണം എന്തെങ്കിലും ദുരന്തങ്ങളോ അങ്ങനെ പ്രളയമൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയും കടന്നു ചെല്ലാൻ പറ്റുന്നൊരു വണ്ടിയല്ലേ ഇത്. ഇതിന് വേണ്ട എല്ലാ സപ്പോർട്ടും ഒരു കണക്കിന് പറഞ്ഞാൽ അനിവാര്യമല്ലേ ഇത്? ചിന്തിക്കാറില്ലേ? തരേണ്ടതല്ലേ? കാരണം നമുക്ക് ആവശ്യ സമയത്ത് ഇതേ ഉള്ളൂ. ആവശ്യ സമയത്ത് മാത്രം ഇത് വണ്ടി അവിടെ ചെല്ലുള്ളൂ. കാരണം ഞാൻ വയനാട്ടിൽ ആ സമയങ്ങളിലൊക്കെ ഇതുകൂട്ട് വണ്ടി മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പല സ്ഥലങ്ങളും കാര്യം നടക്കണമെങ്കിൽ ഇത് വേണം. പോയായിരുന്നില്ല, വയനാട്ടിൽ പോയായിരുന്നില്ലേ? അറിഞ്ഞു പോയായിരുന്നല്ലേ? ആംബുലൻസ് ചെല്ലിയല്ല, വണ്ടിയാണ് ചെല്ലേണ്ട അടുത്ത് ചെല്ലും. എങ്ങനെയും കൊണ്ടുപോകും. വെള്ളമാണേലും അല്ല, വണ്ടി മത്സരിക്കാൻ ഓടിക്കുന്ന ഒരു വണ്ടി അവിടെ കൊണ്ടുചെല്ലും. അപ്പോൾ ഈ വിഞ്ചൊക്കെ ആ ഉപയോഗത്തിന് ഇത് എന്തിൻ്റെ ഉപയോഗം? ഇത് നമ്മളിപ്പം ഇതുപോലെ കുഴിയൊക്കെ ഇറങ്ങി കയറി ചെല്ലാനായിട്ട് കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ വണ്ടി ഓടിയില്ലാത്ത സ്ഥലത്ത് വലിച്ചു കയറ്റാം. ആ ഉപയോഗം നടക്കും. അതല്ലേ, വണ്ടി താന്നു പോയി കഴിഞ്ഞാലും ഈ വണ്ടി കൊണ്ട് തന്നെ വലിച്ചു കയറ്റാം. ഇത് ഈ വള്ളി ഏതെങ്കിലും അടുത്തൊക്കെ ഇട്ടിട്ട് ഇത് ബാറ്ററിയിൽ ഓടുന്ന, അതല്ലേ, വണ്ടിയുടെ ബാറ്ററി കറണ്ടിൽ ഓടുന്ന, വലിച്ചു കയറിക്കോളൂ. ഈ 2 വണ്ടി റിയ ഓടിക്കുന്നതാണ്. ഇതേതാ മോഡൽ വണ്ടി? അത് 2004. ഇതാണ് കഴിഞ്ഞ ദിവസം പ്രൈസ് കിട്ടിയെന്ന് പറഞ്ഞത്. ഈ വണ്ടി കൊണ്ടാണ് മെയിനായിട്ട് എപ്പോഴും പൊക്കോണ്ടിരിക്കുന്നത് അല്ലേ? 4x4 മഹേന്ദ്രയുടെ അല്ലേ? റിയെ നമുക്ക് ഇവിടെ റോട്ടിലേക്കൊന്ന് ഇറക്കിയാലോ? നമുക്കൊന്ന് പോയാലോ? സിജിയെ, നമുക്ക് റിയയുടെ കൂടെ ഒന്ന് യാത്ര ചെയ്താലോ? ചേട്ടനോട് വാ. ഞാൻ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ ഇവിടെ ഇരുന്നു, ഞങ്ങൾ ബാക്കി ഇരുന്നോളാം. എല്ലാവരും പോരെ?
നമുക്ക് ഒരു കിലോമീറ്റർ പോയാൽ മതി. ഇതിലൊക്കെ ഇറങ്ങി അങ്ങോട്ട് വരാം. ചെക്ക് ഡാമുണ്ട്. അതെയോ? ആഹാ. ഒത്തിരി ആൾക്കാർ കാണും ഇപ്പോൾ അവിടെ. അതെയോ? ആഹാ. ഇവിടെ അടുത്താണോ? അതിലേ നമ്മളൊക്കെ. അതെയോ? ഓക്കെ. ഇവിടെ പുറത്തുനിന്നുള്ളവർ വന്ന് കുടിക്കാൻ പറ്റും. അതെ അല്ലേ? ഇത് എവിടുന്ന് ഈ ഒഴി തന്നെ ഇത്? ഇത് ചൂണ്ടച്ചേരി. ചൂണ്ടച്ചേരി എന്ന് പറഞ്ഞ അല്ലേ? ചൂണ്ടച്ചേരി എന്ന് വന്ന് മീൻസിലാട്ടി ചെന്ന് അവസാനിക്കും. അതെ അല്ലേ? വീട്ടിലോട്ട് പോയാൽ പോലെ. ആ വീട്ടിലേക്ക് പോവാം. ചോദിച്ചുകൂട്ടാ. മിടിക്കട്ടോ, ഒന്നും പറയാനില്ല അല്ലേ സിജെ? പറപ്പിക്കല്ലായിരുന്നു ചെറിയ വഴി. ഒത്തിരി സന്തോഷം ചേട്ടാ, അച്ഛനെ പരിചയപ്പെടാനും ചേട്ടനെയും പിള്ളേരൊക്കെ കാണാനും ഒത്തിരി സന്തോഷമുണ്ട്. എൻഫീൽഡ് ഓടിക്കുന്നോണ്ട് കാണിക്കാവോ? എൻഫീൽഡ് കാണിക്കാവോ? ഞങ്ങളുടെ വണ്ടി ഓടിച്ചോ. കടയിലോട്ട് വെച്ചാൽ മതിയായിരുന്നു. കടയിൽ അപ്പോൾ പുഴുവായിരിക്കും. വലിച്ചുവിടാം.
ഇത് ഈ വണ്ടി അങ്ങനെ പോകാറുണ്ടോ? ഇത് വീട്ടിലെ ആവശ്യമായിട്ടല്ലേ? ഇപ്പൊ എല്ലാം ഓടിക്കൂലേ? എല്ലാ വണ്ടിയും ഇതൊക്കെ ഓടിക്കുന്ന ഹെവി ലൈസൻസ് ഉണ്ടോ? ഹെവി ഉണ്ട്. എത്ര നാളായി ഹെവി എടുത്തിട്ട്? 22 വയസ്സായി. 2 വർഷമായി. അതെ അല്ലേ? അപ്പം ലോറിയൊക്കെ അങ്ങനെ ഔട്ട്ഡോർ സ്റ്റേറ്റ് ഒക്കെ പോകാറുണ്ടോ? ഇല്ല. അപ്പൊ ഇറ്റാച്ചി ഷിഫ്റ്റിങ്ങിനാണ് മെയിനായിട്ട് ഉപയോഗിക്കണേ. അതല്ലേ? അപ്പൊ അവിടെ പോവാം. ഔട്ട്ഡോർ സ്റ്റേറ്റ് ഒക്കെ വണ്ടി ഓടിച്ച് പോകണമെന്ന് ആഗ്രഹം ഉണ്ടോ കൊച്ചിന്? ഉണ്ടല്ലേ? ഇപ്പം വരുന്ന ആളുകളിലേക്ക് ചേട്ടൻ്റെ ഒരു വണ്ടി നമ്മുടെ ഈ സ്റ്റേറ്റ് കടന്നു പോകുന്നു പ്രതീക്ഷിക്കാം അല്ലേ? അത് അവരുടെ ആഗ്രഹം. അതല്ലേ, നമ്മൾ ഈ ടച്ച് ഷിഫ്റ്റിങ്ങിന് മാത്രമേ ഉള്ളൂ. ഹിറ്റാച്ചി ഓടിക്കാൻ അറിയാമോ? ചേച്ചി അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല, ചെറുതായിട്ട് അറിയാലേ? പരീക്ഷിച്ചിട്ടുണ്ട്, കൈ വെച്ചിട്ടുണ്ട്. അത് അവരതെല്ലാം കൈകാര്യം. അതല്ലേ? സ്വന്തമായിട്ടുണ്ടല്ലോ, അത് കാരണം അല്ലേ ഏട്ടാ പഠിക്കാനായിട്ട്? ലോറി ഓടിപ്പിക്കണോ? എന്തോ ലോറിയുടെ ഓടിച്ച് കാണുവാണ് നല്ലായിരുന്നല്ലോ. ലോറി എവിടെയാ കിടക്കുന്നത്? അപ്പുറത്ത് കിടപ്പുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ബാറ്ററി പോകല്ലേ ഏട്ടാ? ഈ കംപ്രസറിൻ്റെ ഒക്കെ ആണേലും അല്ലേ? അതെയോ? ഏതാ? അതല്ലേ? ഇതിൻ്റെ പണിയൊക്കെ ചേട്ടൻ അറിയാവോ? അതല്ലേ? ആളില്ലെങ്കിലും ചേട്ടൻ ചെയ്യും അല്ലേ? അതല്ലേ? അപ്പോൾ ഈ കിണർ തൈക്ക് കൊടുക്കും ഏട്ടാ? ഈ കിണർ തൈ കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടോ? അതെല്ലേ? തൊഴിലാളികൾ കിട്ടാനുണ്ടോ? മലയാളി തന്നെയാണോ ഇവിടെ ഉള്ളത്? അല്ലേ? ഈ കാണുന്ന സ്ഥലമൊക്കെ ചേട്ടൻ്റെ ആണോ? കുടുംബത്തൊക്കെ. അപ്പൊക്കെ എത്ര വെച്ചിട്ട്? അപ്പന 79 വയസ്സ്. ആരോഗ്യമായിട്ടിരിക്കുന്നല്ലേ? ഓ കടിയുടെ ലോഡ് പോകാറുണ്ട് ചേട്ടാ? തടിയില്ല, ഹിറ്റാച്ചിയുടെ ഷിഫ്റ്റിങ് മാത്രമേ ഉള്ളൂ. അതല്ലേ? ചേട്ടാ ഈ കിറ്റാച്ചിയുടെ വർക്ക് എല്ലാ സ്ഥലങ്ങളിലും ചെയ്യുന്നുണ്ടോ? എല്ലാ സ്ഥലത്തും പോയി ചെയ്യുന്നുണ്ട്. അതല്ലേ? ഏത് കേരളത്തിൽ എവിടെയാണെങ്കിലും വർക്ക് പിടിക്കുന്നുണ്ട്? നമുക്ക് അതിനുള്ള മെച്ചമുള്ളതാണെങ്കിൽ ഇപ്പം ഇവിടുന്നൊരു ഞാൻ ഇവിടെ എന്നാ നമ്മുടെ കുടുംബന്നൂര് വന്ന് വളർന്നിട്ടുണ്ട്. അതല്ലേ? കന്നാരയുടെ കൃഷി ഒക്കെ അതുപോലെ ലേബലാക്കാനുണ്ട്. കന്നാരക്കാർക്കൊക്കെ വണ്ടിയുണ്ടല്ലേ? അവർക്ക് ചെറുത് മതി. 80. എൻ്റെ അടുത്തുള്ള 140. മൂവാറ്റുപുഴ, പെരുമ്പാവൂര് എല്ലാം പോയി പണിയുന്ന. അതല്ലേ? ഞാൻ നമ്പറോടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടാക്കാം. അപ്പം വേറെ ദൂരെ നിന്നൊക്കെ അങ്ങനെയൊക്കെ വിളിക്കാറുണ്ട്. ഇപ്പം നമ്മളെ ഇപ്പം ഓരോരുത്തർക്ക് ഓപ്പറേറ്റർമാരെയും വേണമല്ലോ. നല്ല ഓപ്പറേറ്റർമാരാണെങ്കിൽ അറിഞ്ഞു കേട്ട് വിളിക്കും. ഞാൻ ഒരു വേനൽക്കാലത്ത് 2 മാസത്തെ പണി ഉണ്ടായിരുന്നു. നമ്മുടെ പെരുന്തേനരുവി ഡാമില്ലേ, ഡാമിൻ്റെ അകത്ത് ഡാമിൽ നിന്ന് ഇറങ്ങി മണൽ കോരാനായിട്ട് 1-2 മാസത്തെ പണി ഉണ്ടായിരുന്നു. അവിടെ തന്നെ ആ ഭാഗത്തോടെ 2 മാസത്തെ പണി ഉണ്ടായിരുന്നു. പെരുന്തേനരുവി, സീതത്തോട്. അതല്ലേ? ചേട്ടനും പോകാറുണ്ടോ വണ്ടിയിൽ? എങ്ങനെ പണിക്കാരെ വിട്ടാണോ? ഓപ്പറേറ്റർ ഉണ്ട്. പിന്നെ ഞാൻ പോയി അന്വേഷിക്കും. ഡീസലും കൊണ്ട് പോകുമ്പോഴും ഒക്കെ ഞാൻ പോക്കുള്ളതാണ്. വ്യത്യാസം ഉണ്ടോ? ഇത് കട്ടയും ഗ്രിപ്പും എല്ലാം വ്യത്യാസമല്ലേ?
നല്ല മുഴുപ്പല്ലേ ഇത്, കട്ടയൊക്കെ കണ്ടോ. ഇത് മണ്ടോടെ ഓടാനുള്ളതാണ് ഇത് മെയിനായിട്ട്. മത്സരിക്കാൻ മാത്രമായിട്ട്. അതല്ലേ, നല്ല കട്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ഇത് ലാസ്റ്റിംഗ് ഉണ്ട് ചേട്ടാ. ഇത് 2015 മേടിച്ചു. അപ്പോൾ അത്രയും വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല ഞങ്ങള് ട്രായ്ക്ക് മാത്രമേ ഇത്. അതല്ലേ, ഇത് നമ്മൾ സാധാരണ റോഡ് കൂടെ ഓടിച്ചു കഴിഞ്ഞാൽ എന്തായാലും തീരുമാനം ഉണ്ടാവുമോ? എങ്ങനെയത് തേഞ്ഞ് പെട്ടെന്ന് തീർന്നു പോകും. അതെയോ? അല്ലെങ്കിൽ സസ്പെൻഷൻ കുറവ് അങ്ങനെ വല്ലതും ഉണ്ടാവും? അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ഇപ്പം നിലത്ത് വിട്ട് ആ ചെറിയ ടയർ പിടിക്കുന്നതിലും പിടുത്തം കൂടുതൽ ഇതിൻ്റെ ഇരട്ടി പിടുത്തം നിലവായിട്ട് ഈ ടയറിനുണ്ട്. ആ ടയറിന് അത്രയും വീതിയേ ഉള്ളൂ. ജീപ്പയിലുള്ള ടയറിന് അത്രയും വീതിയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇരട്ടി വീതി. നമ്മൾ ഓഫ് റോഡ് പോകുമ്പോൾ ടയർ 4 മാറിയാണ് ഇറങ്ങുന്നത്. അവിടെ ചെന്നാൽ മാറണം അല്ലേ? ട്രാക്കിൻ്റെ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഇട്ട് 4 ടയർ മാറ്റിയിടും. ചേട്ടനും കൊച്ചോടെയാണോ പോകുന്നത്? ഞാനും അനിയനും കൂടെ ആയിരുന്നു ആദ്യമേ പൊക്കോണ്ടിരുന്നത്. ഇപ്പം ഇവളും കൊടുത്തി പോരും. അതല്ലേ. ഇത് അനിയന് റിച്ചു, ഇത് രണ്ടാമത്തെ രീതി റോസ്, അത് മൂന്നാമത്തെ രീതി റോണ, അതമ്മ ആശ. ചേച്ചിയുടെ കൂട്ട് തന്നെ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു വരുമോ? ആഗ്രഹമുണ്ട് അങ്ങനെ തന്നെ. ചേച്ചിയുടെ പേരെങ്ങനെയാ ചേച്ചി? എവിടെയാ സ്വന്തം വീട്? എവിടെയാ? പ്രവൃത്താനത്ത് അല്ലേ. മോള് ആദ്യ സമയങ്ങളിലൊക്കെ വണ്ടിയൊക്കെ ഓടിക്കുമ്പം പേടിയുണ്ടായിരുന്നല്ലേ? വഴക്കായിട്ട് വല്ലതും പറയാറുന്നോ? അതല്ലേ. ട്രോഫി ആയിട്ട് വന്നു കഴിയുമ്പോൾ ഒരു സന്തോഷം. അങ്ങനെ ഇപ്പം കുഴപ്പമില്ല. അതെല്ലേ. 2 പ്രാവശ്യം അപകടമൊക്കെ ഉണ്ടായിരുന്നു. ഞാനും ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ചേച്ചി പേടിച്ചു പോയോ? പേടിച്ചു പോയല്ലേ. ഒന്നും പറ്റി, ദൈവസഹായം കൊണ്ട് ഒന്നും പറ്റില്ല. വണ്ടിക്കകത്ത് നേരിട്ട് ഇനി വന്നു അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ മുന്നിലെ വന്ന് വീഴുന്നത്. അതെയോ? ചേച്ചി കണ്ടിരിക്കുവായിരുന്നു അല്ലേ? എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ കുടുംബത്തിന് ഉണ്ടാകട്ടെ. നിങ്ങളൊക്കെ എല്ലാവരുടെയും ഈ കാണുന്ന ആൾക്കാരുടെ എല്ലാം പ്രാർത്ഥനയുണ്ട്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ എല്ലാം പ്രാർത്ഥനയുണ്ട്. എന്താണെങ്കിലും നല്ല കഴിവായിട്ട് ഇത്ര നല്ല രീതിയിൽ വണ്ടി അല്ലേ സിജിയെ? ഞങ്ങൾ എന്നെ മേടിച്ചു കുറച്ച വണ്ടിയാണ് പറയുന്നത്. ഇത് കൊച്ചിനെ കിട്ടിയ ട്രോഫികളാണ് ഇതൊക്കെ. ഇത് ഈ കഴിഞ്ഞ ദിവസം കിട്ടിയതാണല്ലോ. ഈ വലുത് രണ്ടും അല്ലേ? ഈ കഴിഞ്ഞ ദിവസം മത്സരത്തിന് പോയെന്ന് പറഞ്ഞേ. മത്സരത്തിന് പോയത്. ഇപ്പൊ ഈ ഇരിക്കുന്ന ട്രോഫികളൊക്കെയോ ഇതൊക്കെയോ? അത് എന്റേതും ഉണ്ട് അവളുടേതും ഉണ്ട്. ചേട്ടനെ ഓഫ് റോഡ് പൊക്കോണ്ടായിരുന്നു അല്ലേ? ഞാൻ 2014 മുതൽ. അപ്പൊ അന്ന് പൊക്കോണ്ടിരുന്ന സമയത്ത് കിട്ടിയ ട്രോഫികളാണ് ഇതൊക്കെ. ചേട്ടൻ തന്നെയായിരുന്നു പൊക്കോണ്ടിരുന്നത്? ഞാനും അനിയനും ഉണ്ട്. അനിയനും വണ്ടി ഓടിക്കുന്ന രണ്ടുപേരും മാറി ഓടിക്കും അല്ലേ? ഞാനും ഓടിക്കും അവനും ഓടിക്കും. ഞാൻ ഓടിക്കുമ്പോൾ അവൻ കോ ഡ്രൈവർ ആവും, അവൻ ഓടിക്കുമ്പോൾ ഞാൻ കോ ഡ്രൈവർ. ഇപ്പോൾ വരാറുണ്ടോ? അനിയും വരാറുണ്ടോ? ഈ കഴിഞ്ഞ ദിവസം അവനുണ്ടായിരുന്നു. ഞാൻ ഇപ്പം നേരത്തെ ഞങ്ങൾ 2 പേരായിരുന്നു. ഇവളായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 3 പേരാകും. അതെല്ലേ. അടുത്ത ദിവസങ്ങളിൽ മത്സരം ഉണ്ടോ? 2-3 ആഴ്ച കഴിഞ്ഞേ ഉള്ളൂ. കോഴിക്കോട് സൈഡിലും കണ്ട് സൂചന കിട്ടിയിട്ടേ ഉള്ളൂ. അതെല്ലേ. അവരത് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ഈ ബോബി ചെമ്മണ്ണൂറിന്റെ ഓഫ് റോഡ് പ്രോഗ്രാം ഒക്കെ ഇന്നായിരുന്നു വയനാട്ടിൽ വെച്ച്. പോകാനായിട്ട് മഴയായിട്ടാണോ പോകാതെ? അറിയാൻ പറ്റാതാണോ? ഇല്ല, അത് വേറെ രീതിയിലുള്ള മത്സരമാണ്. അതല്ലേ. ഇത്രയും ദൂരം പോകണ്ടേ. പോയാ ഉറപ്പാ സമ്മാനം. നിങ്ങൾ നമ്പറൊക്കെ ഇടാം. അപ്പം ഓഫ് റോഡ് ഒക്കെ മത്സരങ്ങളുണ്ടെങ്കിലും ആൾക്കാരെല്ലാവരും ഇത് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് പറയട്ടെ. ഇതിനോട് ഈ സ്കില്ലുള്ള ആൾക്കാർ വിളിക്കുക. 2 നമ്പർ ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. കാണാനും പരിചയപ്പെടാൻ പറ്റും. ഒത്തിരി സന്തോഷമുണ്ട്. ഇനി വരുന്ന ആളുകളിലും പേപ്പറിൽ കൂടെയും ചാനലിൽ കൂടെ ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു പ്രതീക്ഷിക്കുന്നു. എന്നാൽ നമുക്ക് വീഡിയോ ക്ലോസ് ചെയ്യാം. എല്ലാവർക്കും